ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോ അഹെഡിലെ എപ്പിസോഡ് 4 ആണ്. സീഷു ഇവിടെ ബാസ്കറ്റ്ബോൾ മാച്ച് കളിക്കുകയായിരുന്നു. അവൻ നല്ലോണം കളിക്കുന്നത് കാണുന്ന ജിജിയാൻ അവൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. ചിങ്ലിങ്ങിന് അവനോട് ഒരു ഇഷ്ടം തോന്നിയത് കാരണം അവളും ബാസ്കറ്റ്ബോൾ മാച്ച് കാണാൻ വന്നിരുന്നു. ലിങ് ക്ലാസ്സിലെ എല്ലാവർക്കും എക്സാം പേപ്പർ കൊടുക്കുമ്പോഴാണ് ലിങ്ങിൻ്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്ന് ലിങ്ങിനോട് പറയുന്നത്, നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. അത് പറഞ്ഞ ഉടൻ ലിങ് അവിടെ നിന്ന് വന്നതാരാ എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ആരാ വന്നതെന്ന് പോയി നോക്കുന്ന ലിങ് കാണുന്നത് തന്നെ ചെറുപ്പത്തിലിട്ടുപോയ തൻ്റെ സ്വന്തം അമ്മയാണെന്ന് കണ്ടപ്പോൾ അവന് വളരെ ദേഷ്യമാവുകയാണ്. എന്നിട്ടും അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അമ്മ അവനെയും നോക്കി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവന് വളരെയധികം സങ്കടമെല്ലാം വരുന്നുണ്ട്. എന്നിട്ടും അവൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് സീഷോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മ ലിങ്ങിനോട് സംസാരിക്കാനായി അവനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ നിന്നെ ഇപ്പോഴും നല്ലോണം നോക്കുന്നുണ്ടോ? നീ ജിജിയാൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്? അദ്ദേഹം നിന്നെ അവിടെ ആക്കിയിട്ടല്ലേ പോയത്? ഞാൻ അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. നിനക്കറിയാമല്ലോ, ഞാനിപ്പോൾ വിവാഹമെല്ലാം കഴിച്ച് എനിക്കിപ്പോൾ ഒരു ഫാമിലിയുണ്ട്. എനിക്കതിലൊരു മകളുമുണ്ട്, നിന്റെ സിസ്റ്റർ. അവൾ നിന്നെ എപ്പോഴും കാണണമെന്ന് പറയുന്നുണ്ട്. നിനക്കവളെ കാണാൻ വേണ്ടി ഒന്നെൻ്റെ കൂടെ വന്നൂടെ? ഇതെല്ലാം അമ്മ ലിങ്ങിനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുമുണ്ട്, ജിജിയാൻ്റെ അച്ഛൻ നിന്നെ നോക്കുന്നതിൽ എത്ര കാശാണ് നിന്റെ അച്ഛനോട് വാങ്ങുന്നതെന്നെല്ലാം. അപ്പോൾ ലിങ് അമ്മയോട് പറയുന്നത്, അത് എൻ്റെ അച്ഛനാണ്, രണ്ടും എൻ്റെ അച്ഛനാണ്. നിങ്ങളിപ്പോൾ വേറെ ഫാമിലിയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്? ജിജിയാൻ്റെ അച്ഛൻ എന്നെ നോക്കുന്നതിലൊന്നും ക്യാഷൊന്നും വാങ്ങാറില്ല. അത് എൻ്റെ അച്ഛൻ കൂടിയാണ് എന്നെല്ലാം അമ്മയോട് പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ വിട്ടുപോയതിനു ശേഷം അവരെല്ലാമാണ് എൻ്റെ കൂടെയുള്ളത്. ഞങ്ങൾ 5 പേരാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ. അതിലേക്ക് ഇനി ആരും വരരുത് എന്നെല്ലാം ലിങ് അമ്മയോട് പറയുന്നുണ്ട്. പുറത്ത് ലിങ്ങിനെ കാത്ത് ജിജിയാനും സീഷോയും നിൽക്കുന്നുണ്ടായിരുന്നു. സീഷോ ജിജിയാനോട് പറയുന്നുണ്ട്, അവൻ കുറേ നേരമായില്ലേ സംസാരിക്കുന്നു, നീ അവനെ കൂട്ടിക്കൊണ്ടുവരൂ എന്നെല്ലാം ജിജിയാനോട് സീഷോ പറയുന്നു. ജിജിയാൻ പറയുന്നുണ്ട്, എന്തായാലും അത് അവൻ്റെ സ്വന്തം അമ്മയല്ലേ, ഞാൻ എങ്ങനെ അവനെ പോയി വിളിച്ചു കൊണ്ടുവരുന്നത്? അപ്പോൾ സീഷോ പറയുന്നുണ്ട്, അവനെ ചെറുപ്പത്തിൽ ഇട്ടു പോയതല്ലേ, അപ്പോൾ അവർക്ക് മകനാണെന്നൊന്നും തോന്നിയില്ലല്ലോ, ഇപ്പോൾ എന്തിനാ പിന്നെയും അവനെ തേടി വന്നത് എന്നെല്ലാം പറയുമ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, എന്തായാലും അത് അവൻ്റെ അമ്മയല്ലേ, നീ നിൻ്റെ അമ്മയെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നൊന്നുമില്ലേ? അത് പറയുമ്പോൾ സീഷോ പറയുന്നത്, എന്നെ ചെറുപ്പത്തിൽ ഇട്ടുപോയതല്ലേ, ജോലിക്കായെന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേയില്ല, പിന്നെ അങ്ങനത്തെ അമ്മയെ എനിക്കെന്തിനാ എന്നെല്ലാമാണ് സീഷോ ജിജിയാനോട് പറയുന്നത്. എന്നിട്ട് ജിജിയാൻ അത് ചോദിച്ചതിൽ സീഷോയ്ക്ക് സങ്കടമുണ്ട്. പക്ഷേ ജിജിയാൻ്റെ മുമ്പിൽ അത് കാണിക്കാതെ, എന്നാൽ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സീഷോ പോവുകയാണ്. സീഷോ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് കരയുകയാണ്. എന്നിട്ട് അവൻ ഉറക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്കെന്നെ വേണ്ടേ അമ്മേ? എന്നിട്ട് അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്, അന്ന് എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞു പോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് അവൻ പഴയതെല്ലാം ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ ഒരുപാട് കരയുന്നുമുണ്ട്. ജിജിയാൻ അവിടെ തനിച്ചിരിക്കുന്നത് കാണുന്ന ലിങ്ങിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ലിങ് ജിജിയാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ജിജിയാനെ കൂട്ടി പോകുമ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന അമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അങ്ങനെ അവർ സ്കൂളിൻ്റെ അടുത്തൂടെ നടന്നു പോവുകയാണ്. ലിങ്ങിന് സങ്കടമുണ്ടാവുമെന്ന് കരുതി ജിജിയാൻ ലിങ്ങിൻ്റെ തോളിൽ ചായ്ന്നിരിക്കുകയാണ്. അപ്പോഴാണ് ലിങ് പറയുന്നത്, ഇത് സ്കൂളിൻ്റെ തൊട്ടടുത്താണ്, ഇതിലൂടെ പോകുന്ന സാർ ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ച് വെറുതെ തെറ്റിദ്ധരിക്കും എന്നെല്ലാം ജിജിയാനോട് പറയുന്നുണ്ട്. ജിജിയാൻ പറയുന്നുണ്ട്, അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവർ നടക്കുന്നതും ബാക്കിൽ നിന്ന് സാർ അവരെ വിളിക്കുന്നുണ്ട്.
ആരാടാ ഇവിടെ ഡേറ്റ് ചെയ്തതെന്ന് സാർ ഉറക്കനെ വിളിച്ചു പറഞ്ഞതും പേടിച്ചുകൊണ്ട് ലിങ്ങും ജിജിയാനും അവിടെ നിന്ന് ഓടുകയാണ്. സാർ അവരുടെ പുറകെയും. ലിങ്ങിൻ്റെ അമ്മ വിളിച്ചത് പ്രകാരം ലിങ്ങിൻ്റെ അച്ഛൻ അവരുടെ കൂടെ ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. പഴയ ദേഷ്യം ഒന്നും മനസ്സിൽ വെക്കാതെ അവർ, നീ എത്ര നേരമായി വന്നിട്ട്, നിനക്ക് ബോറടിച്ചോ എന്നെല്ലാം അമ്മയോട് ചോദിക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, ഏയ് അതൊന്നുമില്ല, ഞാൻ പറഞ്ഞതെന്തായി, അത് ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ മകളെ സ്കൂൾ അഡ്മിഷനല്ലേ, അതൊക്കെ ഞാൻ ശരിയാക്കി, അത് ഞാൻ നിനക്ക് തരാം എന്നെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ അച്ഛനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ലിങ്ങിനെ നല്ലോണം നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മകളെ കൊന്നതുപോലെ പഴയ പോലെ തന്നെയാണോ ഇപ്പോഴും ജോലി എന്ന് പറഞ്ഞ് നടക്കുകയാണോ? ഞാൻ ഇന്ന് ലിങ്ങിനെ കാണാൻ പോയിരുന്നു. അവൻ എന്നോട് പറഞ്ഞത് അവന് ഇപ്പോൾ പുതിയ ഫാമിലിയുണ്ട്, അവന് 2 അച്ഛനുണ്ട് എന്നെല്ലാമാണ് പറഞ്ഞത്. അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് ജിജിയാൻ്റെ അച്ഛൻ പൈസയ്ക്ക് വേണ്ടിയല്ല അവനെ സ്വന്തം മകനായി നോക്കുകയാണെന്നാണ് അവൻ്റെ വിചാരം. ഇതെല്ലാം പറയുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് എണീച്ച് അമ്മയോട് ചൂടാവുകയാണ്. നീ എന്താ പറയുന്നത്? അവൻ ലിങ്ങിനെ നോക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണെന്നോ? നീ വെറുതെ വിചാരിക്കുകയാണ്. അവന് സ്വന്തം മകനെ പോലെയാണ് ലിങ്. ഞാൻ കൊടുക്കുന്ന പൈസ എത്രയാണെന്ന് പോലും അവൻ നോക്കാറില്ല. അവന് ശരിക്കും സീഷോയും ജിജിയാനും ലിങ്ങും അവൻ്റെ സ്വന്തം മക്കളാണ്. നീ ഇതിൻ്റെ പേരിൽ അവനെ കാണാൻ പോയിരുന്നു, എന്തിന് എന്നെല്ലാം പറഞ്ഞ് അച്ഛൻ അമ്മയോട് ചൂടായി അവിടെ നിന്ന് പോവുകയാണ്. രാത്രിയായപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ്റെ കടയിലേക്ക് ലിങ്ങും സീഷോയും ജിജിയാനും വന്ന് ലിങ്ങും സീഷോയും അവിടെ ക്ലീൻ ആക്കുകയാണ്. ജിജിയാൻ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. ലിങ് ജിജിയാനോട് ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ ക്ലീൻ ആക്കാതെ നീ എന്താ അവിടെ ചെയ്യുന്നത്, എന്താ വരയ്ക്കുന്നത്, കാണിച്ചു കൊണ്ട എന്നെല്ലാം ലിങ് ജിജിയാനോട് പറയുന്നുണ്ട്. ജിജിയാൻ അത് കാണിച്ചു കൊടുത്തപ്പോൾ ലിങ്ങിൻ്റെ ചിത്രമായതുകൊണ്ട് ലിങ് അത് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് സീഷോ ലിങ്ങിൻ്റെ അടുത്ത് ചെന്ന് ലിങ്ങിനോട് പറയുന്നത്, നീ നിൻ്റെ അമ്മയെ കണ്ട കാര്യം അച്ഛനോട് പറയുന്നില്ലേ എന്നെല്ലാം സീഷോ ലിങ്ങിനോട് ചോദിക്കുമ്പോഴാണ് 2 അച്ഛന്മാർ കൂടി അവിടേക്ക് കയറി വരുന്നത്. എന്നിട്ട് ലിങ്ങിൻ്റെ അച്ഛൻ ജിജിയാൻ്റെ അച്ഛനെ എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ലിങ്ങിൻ്റെ അച്ഛൻ ജിജിയാൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇന്ന് ലിങ്ങിൻ്റെ അമ്മ വന്നിരുന്നു. അപ്പോൾ ജിജിയാൻ്റെ അച്ഛൻ ഷോക്കാവുകയാണ്. ജിജിയാൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, അവർ വേറെ വിവാഹമെല്ലാം കഴിച്ചിട്ടുണ്ടാകുമല്ലേ എന്നെല്ലാം ലിങ്ങിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്. ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ആ അവർക്ക് അതിൽ ഒരു കുട്ടി കൂടിയുണ്ട് എന്നെല്ലാം പറഞ്ഞ് ലിങ്ങിൻ്റെ അച്ഛൻ പറയുകയാണ്, എനിക്ക് പേടിയാണ്, അവൾ ലിങ്ങിനെ വേണമെന്ന് വാശി പിടിക്കുമോ എന്നെല്ലാം പറയുമ്പോൾ ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവൻ നമ്മളുടെ മകനല്ലേ, ആര് വന്നാലും എന്ത് പറഞ്ഞാലും ഞാൻ അവനെ വിട്ടുകൊടുക്കില്ല, കാരണം അവൻ എൻ്റെ മകനാണ് എന്നെല്ലാം ലിങ്ങിൻ്റെ അച്ഛനോട് ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. ലിങ്ങിൻ്റെ അച്ഛൻ ഇത് കേട്ട് സന്തോഷമാവുകയാണ്. അന്ന് രാത്രി ലിങ് കിടന്നുറങ്ങുമ്പോൾ അവൻ ഒരു സ്വപ്നം കാണുകയാണ്. അവൻ്റെ അനുജത്തി മരിക്കാൻ കാരണമായ ഓരോ നിമിഷങ്ങളും അവൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇതെല്ലാം കണ്ട് അവൻ പേടിച്ച് എണീക്കുകയാണ്. അന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല മഴയായത് കാരണം ലിങ്ങും ജിജിയാനും സീഷോയും ഒരു വീടിൻ്റെ മുന്നിൽ കയറി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ വഴിയെ ഒരു കപ്പിൾസ് വരുന്നത് അവർ കാണുന്നത്. അങ്ങനെ അവരെ കണ്ടയുടൻ ജിജിയാന് ഒരു പ്ലാൻ തോന്നും. അവരുടെ കുട തട്ടിപ്പറിച്ചു പോകാൻ അതിന് സീഷോയും സപ്പോർട്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരുകൂടി ആ കപ്പിൾസിൻ്റെ കുട തട്ടിപ്പറിച്ചു പോവുകയാണ്. ആ കപ്പിൾസ് ആണെങ്കിൽ അവിടെ കയറി നിന്ന് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ജിജിയാനെ ഞാൻ നിൻ്റെ അച്ഛനോട് പറയടി ഇതെല്ലാം എന്നും പറയുന്നുണ്ട്. അവർ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ലിങ്ങിൻ്റെ മുത്തശ്ശി ലിങ്ങിൻ്റെ സിസ്റ്ററുമായി അവിടെ ഇരിക്കുന്നതാണ്. ലിങ്ങിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ലിങ്ങിൻ്റെ അടുത്ത് ചെന്ന് ഇതാ നിൻ്റെ അനുജത്തി എന്നെല്ലാം പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ജിജിയാനും സീഷോയും വളരെ ദേഷ്യത്തോടെ അവിടെ നിൽക്കുകയാണ്.
എന്നിട്ട് ലിങ്ങിൻ്റെ മുത്തശ്ശി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. ലിങ്ങിൻ്റെ സിസ്റ്ററുടെ അടുത്ത് പോയി ജിജിയാൻ അവൾക്കൊരു മിഠായി നൽകുന്നുണ്ട്. എനിക്ക് വേണ്ട എന്ന മട്ടിൽ അവളെ മൈൻഡ് ചെയ്യാതെ ലിങ്ങിൻ്റെ അനുജത്തി അവിടെ നിന്ന് പോവുകയാണ്. ജിജിയാൻ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം. അച്ഛാ ദാ നോക്ക്, അവൾക്ക് എന്ത് അഹങ്കാരമാണെന്ന്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് അവളെ പുറത്താക്കാച്ച എന്നെല്ലാം ജിജിയാൻ അച്ഛനോട് പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശി ലിങ്ങിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ജിജിയാൻ്റെ അച്ഛൻ്റെ കൂടെ? നീ എൻ്റെ കൂടെ പോര്. നിൻ്റെ അനുജത്തിയുടെ കൂടെ, നിൻ്റെ അമ്മയുടെ കൂടെ, എല്ലാവരുടെ കൂടെ നിനക്ക് സുഖമായി നിൽക്കാം. എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ ലിങ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം പറയാൻ നിങ്ങളാരാ? ഇത്രയും നാൾ നിങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ആണോ നിങ്ങൾ എന്നെ കാണാനായി ഇവിടേക്ക് വരുന്നത്? എനിക്കിപ്പോൾ ഒരു ഫാമിലിയുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ നിങ്ങൾ വരണ്ട എന്നെല്ലാം ലിങ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം പിടിച്ച മുത്തശ്ശി അവനെ അടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ജിജിയാൻ വന്ന് അതെല്ലാം തടയുന്നത്. മുത്തശ്ശി നേരെ അച്ഛൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഇന്നിവൾ ഇവിടെ നിൽക്കട്ടെ, ഇവളുടെ അമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അല്ല അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടും മുത്തശ്ശി അത് കേൾക്കാതെ അവിടെ നിന്ന് പോയി. രാത്രിയായപ്പോൾ ലിങ്ങും ജിജിയാനും സീഷോയും അവളുടെ അനിയത്തിയെടുത്തു പോവുകയാണ്. ലിങ്ങിൻ്റെ സിസ്റ്റർ ജിജിയാനോട് പറയുന്നുണ്ട്, എൻ്റെ ചേട്ടനല്ലേ, നീ എന്തിനാ പിന്നെ ചേട്ടാ എന്ന് വിളിക്കുന്നത് എന്നെല്ലാം പറയുമ്പോൾ അവളുടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ജിജിയാൻ ലിങ്ങിൻ്റെ തോളിൽ ചാരിക്കിടക്കുകയാണ്. എന്നിട്ട് ജിജിയാനും ലിങ്ങും സീഷോയെ അവൾ നോക്കി പേടിപ്പിക്കുകയാണ്. ഇതെല്ലാം കണ്ടുവന്ന അച്ഛൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി പഠിക്ക്. അവർ പോകുമ്പോൾ ചേട്ടാ എന്ന് വിളിച്ച് അവളും പുറകെ ചെല്ലുകയാണ്. ഇതെല്ലാം കണ്ട അച്ഛൻ പറയുന്നുണ്ട്, നീ എവിടെ പോകുന്നു? അവർ പഠിക്കാൻ പോവുകയാണ്. നീ അവൻ്റെ പുറകെ പോവേണ്ട ആവശ്യമില്ല. നീ ഇവിടെ ഇരിക്ക്, നിനക്ക് ഞാൻ ഫുഡ് തരാം എന്നെല്ലാം അച്ഛൻ അവിടെ നിന്ന് പറയുകയാണ്. ഈശോ ബാസ്കറ്റ്ബോൾ മാച്ച് കഴിഞ്ഞ് പോവാൻ പോകുമ്പോഴാണ് അവൻ്റെ അമ്മയെ പോലുള്ള ഒരാൾ അതിലൂടെ നടന്നു പോകുന്നതായി അവൻ കാണുന്നത്. ഇത് കണ്ട അവൻ ഉടനെ അവരുടെ പുറകെ ഓടിപ്പോവുകയാണ്. എന്നിട്ട് അവരെ പിടിക്കുമ്പോഴാണ് അത് അവൻ്റെ അമ്മയല്ല എന്ന് അവൻ തിരിച്ചറിയുന്നത്. ജിജിയാനും ലിങ്ങും സീഷോയും ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്. ബസ് വന്നതിന് ശേഷം അവർ അതിൽ കയറി പോവുകയാണ് വീട്ടിലേക്ക്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 4th എപ്പിസോഡിലുള്ളത്.